ഞാൻ വെറുതെ ഇവിടെ സുഖമായിട്ട് സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ എന്നെ പിടിച്ച് വായിക്കൊണ്ടുപോയത് ലൈലയാണ്. മറ്റേ ഞാൻ മിഥുൻചേട്ടൻ പറയാനുണ്ട്, താജ് ഹോട്ടൽ അന്ന് എറണാകുളം എന്ന് വെച്ചാൽ ഒരു പിക്നിക് ലാഘവത്തോടെ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞ എനിക്ക് പോകാനല്ലേ, വീട്ടുകാരുടെ നിർബന്ധമില്ലേ എന്ന് വെച്ചാല് ദുബായിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് സിറ്റുവേഷൻ, രക്ഷപ്പെട്ടു എന്നുള്ളത് ഓൾറെഡി. ഇതിന്റെ പ്രശ്നം എന്താന്ന് ഇവരാരല്ലോ അറിയുന്നു. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരാളെ ദുബായിലേക്ക് കൊണ്ടുപോയി പേപ്പർ കട്ടിങ്സും വെച്ച് എല്ലാം വെച്ച് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു. ശരിക്കും അതെ. കാരണം വെച്ചാൽ അജിത് സാർ വന്ന് എന്റെ അടുത്തൊന്ന് സംസാരിക്കുമ്പോ അജിത് സാറിന് മനസ്സിലായി ഇയാൾക്ക് ഇത് വലിയ താല്പര്യമില്ല. എന്നാൽ അജിത് സാർ ഓൾറെഡി എനിക്ക് വേണ്ടി അവിടെ സംസാരിച്ച് എല്ലാ സെറ്റ്, അതായത് അവിടത്തെ മറ്റേ കമ്പനിയുടെ അടുത്ത് ഇയാളെയാണ് നമ്മൾ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വിസയുടെ കാര്യം വരെ സെറ്റ് ആക്കി കഴിഞ്ഞപ്പോഴേ ഞാൻ മിണ്ടല്ല, ഞാൻ ഫോൺ എടുക്കില്ല. അപ്പൊ എനിക്ക് കാരണം എന്ന് വെച്ചാൽ 2 പടം കഴിഞ്ഞിട്ടിരിക്കല്ലേ, അടുത്ത എന്തായാലും ബെറ്റർ ആയിരിക്കും കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള ധാരണ ഇരിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ സമയത്ത് സീരിയൽ നിർത്തി കേട്ടോ. എന്നിട്ട് എല്ലാവരും പറഞ്ഞു സിനിമ കിട്ടിയല്ലേ സീരിയൽ നിർത്തി. അപ്പൊ അതുകൊണ്ട് വീട്ടില് വരുമാനം നിന്നു. സിനിമയിലന്ന് നമുക്ക് എന്ത് കിട്ടാനാ. അപ്പൊ അങ്ങനെ അന്ന് രാവിലെ വെളിയിലിറങ്ങും, കറങ്ങും, വൈകുന്നേരം വന്ന് മറ്റേ ബാസ്കറ്റ്ബോൾ കളിക്കാൻ മറ്റേ കോട്ടി പോകും. അങ്ങനെ ഇത് ചെയ്തിട്ട് ആ ബാസ്കറ്റ്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ കോള് വരുന്നത്. അന്ന് വൈകുന്നേരം തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വണ്ടി എടുത്താണ് അങ്ങോട്ട് പോണേ. അപ്പൊ ഞാനതാ പറയാം, വളരെ പോവാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ അത് സാർ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ റേഡിയോ എങ്ങനെയാണ്, നിങ്ങളിപ്പം മീഡിയയിൽ എന്താണോ ഇവിടെ കിട്ടുന്നത് അതിനേക്കാൾ മുകളിലാണ് റേഡിയോ അവിടെ എന്ന് പറഞ്ഞ് പുള്ളിയാണ് കൺവിൻസ് ചെയ്തത്. ദുബായിൽ വെറും ഒരു 6 മാസം നിക്കാം, അത് ബാക്ക് ടു അത് കഴിഞ്ഞിട്ട് മൂവിയിലേക്ക് വരാം എന്ന ഒരു ആഗ്രഹമായിട്ട് പോയ ആള് ഇപ്പൊ എത്ര 21 ഇയേഴ്സ്, 21ാമത്തെ വർഷം. ഈ ജൂൺ 6 21 വർഷം. 21 വർഷം. ജൂൺ 9th we started. ജൂൺ 6 ഞാൻ അവിടെ എത്തുന്നു. ഓക്കെ, ഹിറ്റ് എഫ് എമ്മിൽ ജോയിൻ ചെയ്തു. ആ സെയിം കമ്പനി, അത് ഈ 21 വർഷം ദുബായി നിൽക്കണമെങ്കിൽ ഹിറ്റ് എഫ് എം എന്ന ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഇതില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോകുന്നേനെ. എനിക്ക് അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ ഐ ബി ഇൻ എ ലോട്ട് ഓഫ് അതർ തിങ്സ്. ഇത് അത് നമ്മൾ തുടങ്ങി വെച്ച റേഡിയോ. ഞാൻ ഇപ്പം നൈലേക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റിയും ഇഷ്ടം പോലെ ഇതുമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനമാണ്. നമുക്കത് അതൊരു ജോലി മാത്രമല്ല, അതിൽ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അതിനങ്ങനെ വിട്ടിട്ട് വരാൻ അവര് പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മതി പൊക്കോ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കുക.